ഹായ്, എല്ലാവർക്കും ഏറെ ഇഷ്ടത്തോടെ ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് സ്വാഗതം. മുത്തശ്ശൻ കവിത എഴുതുന്ന ആൾ അതൊക്കെ അറിയാം, പക്ഷെ എന്താ ആ മഹത്വം അതൊന്നും നമുക്ക് അങ്ങനെ അറിയില്ല ആ ഒരു പ്രായത്തിലൊന്നും. തീർച്ചയായിട്ടും ഭയങ്കര അഭിമാനമാണ്, പക്ഷെ ആ ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ നമുക്ക് അഭിമാനത്തിനെക്കാട്ടിലും ഒരു ടെൻഷൻ വരും. ചെറുതാകുമ്പോഴേ പാട്ടുണ്ട്. അതെ. സ്റ്റേജ് പരിപാടികൾ 6ാം ക്ലാസ്സിലാണ് ഞാൻ ആദ്യം സ്റ്റേജിൽ ഗാനമേളയായിട്ട് പാടുന്നത്. അപ്പൊ അപ്പോഴേ പാട്ട് കൂടെ ഉണ്ട്. പക്ഷെ എനിക്കൊരു സീരിയസ്നെസ് വരാൻ കുറച്ച് സമയം എടുത്തു. അപ്പോൾ എന്നുവെച്ചാൽ ഇതാണ് കരിയറിന് ഞാൻ തീരുമാനിച്ചത് കുറച്ച് വൈകിട്ടാണ്. അങ്ങനെ മുത്തശ്ശൻ്റെ അഡ്രസ്സ് ഉള്ളതുകൊണ്ട് ആരും നമുക്ക് വന്ന് പാട്ട് തരും അങ്ങനെയൊന്നുമില്ല. ഈ ഫീൽഡിൽ അങ്ങനെയൊന്നും അല്ല. അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ചിലപ്പോൾ ആൾക്കാർ. അങ്ങനെ ആൾക്കാർ വിചാരിക്കുന്നവരുണ്ട്. പാട്ട് കേൾക്കാനും കവിതകൾ കേൾക്കാനും ഇഷ്ടമുള്ള മലയാളിക്ക് ഒരിക്കലും മാറ്റി നിർത്താനാവാത്ത ഒരു പേരാണ് ശ്രീ ONV കുറുപ്പ്. ONV സാറിൻ്റെ കുടുംബത്തിലെ പാട്ടിനോട് കൂട്ടുകൂടിയ ഇളമുറക്കാരി അപർണ രാജീവ്. അപർണയാണ് ഈ ഇത്തിരി നേരം ഒത്തിരി കാര്യവുമായി എനിക്കൊപ്പം. ഹായ് അപ്പോ. ഹായ് ചേച്ചി. താങ്ക് യു സോ മച്ച് ട്ടോ. അയ്യോ, എനിക്ക് ഭയങ്കര സന്തോഷമല്ലേ ചേച്ചിയുടെ ഈ ഒരു ഷോ തുടങ്ങിയപ്പോഴേ എനിക്കിതിൽ വരണം എന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കുറേ പ്രാവശ്യം ഒരു സമയത്ത് ഒരുമിച്ച് വരാൻ ശ്രമിച്ചു, തിരക്കുകൾ കൊണ്ട് പറ്റിയില്ല. ഇന്ന് അപ്പോൾ ഒരു തിരക്ക് മാറ്റി വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, അത് ഞാൻ സ്നേഹമായി തന്നെ കാണുന്നു. സന്തോഷം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പക്ഷേ ആദ്യം ഇപ്പോൾ പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം, അപ്പൂന് പാട്ട് പുതിയതല്ല, സ്റ്റേജ് പുതിയതല്ല, സിനിമകളും പുതിയതല്ല. പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് കുറച്ച് കൂടുതൽ ഫിലിം സോങ്സിലേക്ക് കുറച്ച് കൂടുതൽ ആക്റ്റീവായിട്ട് കാണുന്നു. ശരിയല്ലേ? അതെ. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എപ്പോൾ തൊട്ട് അതൊരു ആ ഒരു ടേണിലേക്ക് വന്നതൊരു മാളികപ്പുറം മുതലാണ്? അല്ല, ഞാൻ ആക്ച്വലി ചേച്ചി പറഞ്ഞ പോലെ തന്നെ ചെറുതാകുമ്പോഴേ പാട്ടുണ്ട്. സ്റ്റേജ് പരിപാടികൾ 6ാം ക്ലാസ്സിലാണ് ഞാൻ ആദ്യം സ്റ്റേജിൽ ഗാനമേളയായിട്ട് പാടുന്നത്. അപ്പോൾ അപ്പോഴേ പാട്ട് കൂടെ ഉണ്ട്. യൂത്ത് ഫെസ്റ്റിവൽസിനൊക്കെ പോവും, TV-യിൽ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ അതൊരു പുതുമയല്ല, പക്ഷെ എനിക്കൊരു സീരിയസ്നെസ് വരാൻ കുറച്ച് സമയം എടുത്തു. അപ്പോൾ എന്നുവെച്ചാൽ ഇതാണ് കരിയറിന് ഞാൻ തീരുമാനിച്ചത് കുറച്ച് വൈകിട്ടാണ്. ഞാൻ BCom ആണ്, പാട്ടല്ല ഞാൻ കോളേജിൽ പഠിച്ചത്. അപ്പോൾ BCom ആയിരുന്നു. അത് കഴിഞ്ഞ് MBA ചെയ്തു. എന്നിട്ട് ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ആയിട്ട് ഞാൻ ജോലി ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്കായിരുന്നു കല്യാണം. അപ്പം 2 വർഷം ഡൽഹിയിലായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട്. പിന്നെ 2 വർഷം മസ്കറ്റിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ്, മസ്കറ്റിലുള്ളപ്പോഴാണ് എനിക്കപ്പോൾ മോൻ ചെറുതാണ്, അവന് 2-3 വയസ്സൊക്കെ ഉള്ളൂ. അപ്പോഴാണ് പക്ഷെ ഞാൻ ഒരു എന്താ പറയുക, ഒരു തിരിച്ചറിവ് വരണം, ഇതാണ് ഇത് എന്തോ ഒന്ന് മിസ് ചെയ്യുന്നുണ്ട്. അതെ, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം മിസ് ചെയ്യുന്നത് അങ്ങനെ തോന്നി തുടങ്ങിയത് അപ്പോഴാണ്. അപ്പോൾ അപ്പോഴേക്കും പക്ഷേ പിന്നെ വേഗം നാട്ടിലേക്ക് വരണം എന്നായി. കാരണം പാട്ട് കരിയർ ആക്കണമെങ്കിൽ നമുക്ക് അവിടെ മസ്കറ്റിൽ നിന്നാൽ പറ്റില്ല. അപ്പോൾ അങ്ങനെ പിന്നെ നാട്ടിൽ വന്നു. പിന്നെ തൊട്ടാണ് ശരിക്കും സീരിയസ് ആയിട്ട് പാട്ട്. അതിനു മുമ്പ് പാട്ട് പഠിക്കുന്നുണ്ട്. ആലപ്പുഴ ശ്രീകുമാർ സാറും മോമിനിക്കുട്ടി ടീച്ചറാണ് തുടങ്ങിയത്. പിന്നെ ശ്രീകുമാർ സാറിൻ്റെ അടുത്തായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വർക്കല ജയറാം സാറിൻ്റെ അടുത്തും പിന്നെ ചേച്ചിയുടെ അടുത്തും പിന്നെ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ തൊട്ടാണ് ശരിക്കും അതിനു വേണ്ടി ഞാൻ എന്തെങ്കിലും എഫേർട്ട് എടുക്കുന്നത് ശരിക്കും അത് കഴിഞ്ഞിട്ടാണ്, ആ സമയം തൊട്ടാണ്. അപ്പം എങ്ങനെയാണ് ഈ സിനിമ? അപ്പം അങ്ങനെ എഫേർട്ട് എടുത്ത് തുടങ്ങിയപ്പോൾ എനിക്ക് പക്ഷെ സിനിമകൾ കിട്ടാൻ കുറച്ച് സമയം എടുത്തിരുന്നു. ഞാൻ അതിന് മുമ്പ് എഫേർട്ട് എടുക്കാത്തപ്പോൾ എനിക്ക് വന്നിരുന്നു. അതാണ് ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട്. അത് എന്തൊരു ഐറണിയാണ്. ഞാനങ്ങനെ അതിനു വേണ്ടി ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് ആ സമയം തൊട്ട് എനിക്ക് ഭയങ്കര കുറവായിരുന്നു സിനിമകൾ. ഓരോ സമയമായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ എല്ലാം ആയിട്ട് ചിലപ്പോൾ ആ പ്രോജക്റ്റ് ചിലപ്പോൾ നടക്കാതെ പോവുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്നതാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പാടിയിട്ടുണ്ട്, ഫുക്രിയിലൊക്കെ പാടിയിരുന്നു. എന്നുള്ള സംഗീതേട്ടൻ്റെ കുക്കുചേട്ടൻ ചെയ്ത എന്നുള്ള സിനിമയിൽ പാടിയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2-3 വർഷം ആ കോവിഡിൻ്റെ സമയത്തൊക്കെ ഒരു ഗ്യാപ്പ് വന്നു. അത് കഴിഞ്ഞ് പിന്നെ മാളികപ്പുറമാണ് പിന്നെ ഒരു അത് കഴിഞ്ഞൊരു ബ്രേക്ക് എന്ന് പറയാം, അങ്ങനെ വന്നത്. തുടക്കത്തിൽ തന്നെ മാളികപ്പുറത്തിലൊരു 4 പേര് പാടിയിട്ട് നമുക്ക് മുന്നോട്ട് പോയല്ലോ. തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കരിയറിൽ ഇത്രയും ഒരു ഹിറ്റ് മൂവി മാളികപ്പുറമാണ് വരുന്നത്. ബാക്കി നല്ല പാട്ടിലാണ് എല്ലാം പാടിയിട്ടുള്ളത്. ശരിക്കും അതെ, എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടിൽ തന്നെയായിരുന്നു നല്ല കിട്ടിയത്. അതൊരു ഭാഗ്യമാണ്. പക്ഷെ സിനിമ എന്തുകൊണ്ടും അങ്ങനെ ഭയങ്കര ഒരു ഹിറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇതാണ് അങ്ങനെ ഒരു ഹിറ്റ് മൂവി വരുന്നത് മാളികപ്പുറമാണ്. രഞ്ജിൻ രാജാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഹരിനാരായൺ ചേട്ടൻ്റെ വരികളാണ്.
നങ്ങിലിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ, ചങ്ങാതിവാവേ നിന്നോടു കൂടെ കണ്ണായി ഞാനില്ലേ, ചെറുനാട്ടുപാതകളിൽ കനവിൻ്റെ മാമലയിൽ തളരാതെ നീ ചുവടേറവേ തണലായി ഞാനരികെ. ശബ്ദമൊക്കെ അടഞ്ഞിരിക്കുകയാണ്, അതാണ്. ഇപ്പൊ അതിനുശേഷം എനിക്ക് തോന്നുന്നു വേറെയും കുറെ നല്ല സിനിമകളുടെ ഭാഗം. ഇപ്പൊ റാണി റിലീസായി. അത് കഴിഞ്ഞ് സിക്കാഡ മൂവിയാണ് ഇനി റിലീസ് ചെയ്യാനുള്ളത്. സിക്കാഡ 2-3 ലാംഗ്വേജിലൊക്കെ ഒരു മൾട്ടി ലിംഗ്വൽ ആണ്. അതിനകത്ത് ഞാൻ മലയാളം മാത്രമാണ്, ഞാൻ തമിഴിലും പാടി. തമിഴാണ് ഇപ്പൊ 2 ദിവസം മുമ്പ് റിലീസ് ചെയ്തത്. മലയാളം ഇനി റിലീസ് ചെയ്യാനുണ്ട്. പിന്നെ അതിനിടയ്ക്ക് RS വിമൽ ചേട്ടന്റെ ഒരു സിനിമ, അത് ശശി ശബ്ദത്തിൽ, അതിലെ ഒരു നല്ലൊരു പാട്ട് പാടി. അങ്ങനെ ഇപ്പൊ എങ്ങനെയാണ് പാട്ടുകൾ തിരഞ്ഞു വരുന്ന പാട്ടുകളെ കാത്തിരുന്ന് ചെയ്യുകയാണോ, അതോ അപ്പുവിന്റെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് ഉണ്ടോ? എന്റെ ഭാഗത്തുനിന്ന് എഫേർട്ട് ഇല്ലാന്ന് ഞാൻ പറയില്ല, എഫേർട്ട് ഉണ്ട്. എന്ന് വെച്ചാൽ എപ്പോഴും എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ആ ഒരു കോണ്ടാക്ട്സ് തീർച്ചയായിട്ടും വേണം. അത് എല്ലാ ഫീൽഡിലും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ അതിനു മുമ്പ് അങ്ങനത്തെ ഒന്നും എഫേർട്ട് എടുത്തിട്ടില്ല. എന്നുവെച്ചാൽ അങ്ങനെ മനഃപൂർവ്വം ചെയ്യാത്തതല്ല, പക്ഷെ അങ്ങനെ ഒരു സീരിയസ്നെസ് വരാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ അങ്ങനെയല്ല, നമുക്ക് അതിനോടൊരു കുറച്ചുകൂടി ആത്മാർത്ഥതയും ഡെഡിക്കേഷൻ വരുമ്പോൾ അത് നാച്ചുറലി അതിൻ്റെ കൂടെ വരുന്ന ഒരു കാര്യമായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി എഫേർട്ട് എടുക്കാറുണ്ട്, തീർച്ചയായിട്ടും എഫേർട്ട് എടുക്കാം. ഇപ്പോൾ അങ്ങനെ ഒരു മുത്തശ്ശൻ്റെ അഡ്രസ്സ് ഉള്ളതുകൊണ്ട് ആരും നമുക്ക് വന്ന് പാട്ട് തരും അങ്ങനെയൊന്നുമില്ല, ഈ ഫീൽഡിൽ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ അങ്ങനെ വിചാരിക്കണ്ടാവും ചിലപ്പോൾ ആൾക്കാർ, അങ്ങനെ ആൾക്കാർ വിചാരിക്കുന്നവരുണ്ട്. ശരിക്കും കേട്ടോ, എൻ്റെ അടുത്ത് പേഴ്സണലി സംസാരിച്ചപ്പോൾ ഒരാൾ ചോദിച്ചൊരു കാര്യമുണ്ട്. എന്തോ അപ്പുവിനെ കുറിച്ച് സംസാരിച്ച് വന്നപ്പോൾ ONV സാറിന്റെ പേരക്കുട്ടിയായിട്ടും അവർക്ക് പോലും അവസരങ്ങൾ. അപ്പം ഞാൻ വിചാരിച്ചാൽ അതുകൊണ്ടൊരു അവസരം. അപ്പം അങ്ങനത്തെ തെറ്റിദ്ധാരണയൊന്നും വേണ്ട. അല്ല, അതുകൊണ്ട് ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു അവസരം അങ്ങനെ എനിക്ക് വന്നിട്ടില്ല. ഇപ്പോൾ ആദ്യത്തെ ഒരു തുടക്കം കിട്ടിയത് മേ ബി ആയിരിക്കാം മുത്തശ്ശൻ പക്ഷെ പറഞ്ഞിട്ടല്ല, പക്ഷെ മുത്തശ്ശനോട് വളരെ അടുപ്പുള്ള രാജീവ് അഞ്ചൽ മക്കളെ ഞങ്ങളുടെ ഒരു കുടുംബ സുഹൃത്താണ്. മുത്തശ്ശനോട് ഭയങ്കര ആരാധനയും അടുപ്പമൊക്കെയാണ്, ഇപ്പോഴും നമുക്ക് ഭയങ്കര അടുപ്പാണ്. അപ്പോൾ അങ്കിൾ ഒരു സിനിമ അതിന് മുമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മുത്തശ്ശനെ വെച്ച് അന്ന് ചെയ്തപ്പോൾ ഞാനന്ന് 12th പഠിക്കുകയാണ്. അപ്പോഴാണ് അങ്കിൾ ഇങ്ങനെ വളരെ യാദൃശ്ചികമായിട്ട് നമുക്ക് വോയിസ് ടെസ്റ്റിന് വരുമെന്ന് പറഞ്ഞിട്ട്, അത് വിദ്യാസാഗർ സാറിൻ്റെ സംഗീതത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു തുടക്കം കിട്ടിയത് ഞാൻ എഫേർട്ട് എടുക്കാതെയാണ്. മെയ്ഡ് ഇൻ US എന്നുള്ള സിനിമയിൽ പുന്നലിൻ കതിരോല. അപ്പൊ അതൊന്ന് പാടാം. പുന്നെല്ലിൻ കതിരോല തുമ്പത്ത് പൂത്തുമ്പി പൊന്നൂയലാടുന്ന ചേലും കാണാൻ, പുഴവക്കിൽ പൂക്കൈത കുളിർനില ചന്ദന കുറിട്ടു നിൽക്കുന്ന കാഴ്ച കാണാൻ, എന്നിനെ 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 പോകും നാം എൻ്റെ നെഞ്ചിൽ കുറുകുന്ന പൊൻപ്രാവേ, പുന്നെല്ലിൻ കതിരോല തുമ്പത്ത് പൂത്തുമ്പി പൊന്നൂയലാടുന്ന ചേലും കാണാൻ. ആ റെക്കോർഡിങ് എങ്ങനെ, മുത്തശ്ശൻ അത് കണ്ടിട്ടുണ്ടോ? മുത്തശ്ശൻ റെക്കോർഡിങ് സമയത്ത് വന്നു ചെന്നൈയിലേക്ക്, അങ്ങനെ വന്നു. ആദ്യത്തെ എൻ്റെ ഫിലിം സോങ് അല്ലേ, അപ്പോൾ മുത്തശ്ശൻ ഉണ്ടായിരുന്നു കൂടെ. ശരിക്കും ഒരു മറക്കാനാവാത്ത അനുഭവം തന്നെയാണ്. കാരണം 12th മോഡൽ എക്സാം നടക്കുന്ന സമയമാണ്. അപ്പോൾ ബുക്സും ഒക്കെ ആയിട്ട് ഇതേപോലെ അതിൻ്റെ ടെൻഷൻ ഉണ്ട് ഒരു സ്ഥലത്ത്. അല്ല, മോഡൽ എക്സാം അല്ല, ബോർഡ് എക്സാമിൻ്റെ സമയത്താണ്. അപ്പോൾ ഒരു സ്റ്റഡി ഹോളിഡേയ്സിൻ്റെ ഇടയ്ക്കുള്ള ഒരു സമയത്താണ് റെക്കോർഡ് ചെയ്യണത്. അപ്പോൾ ബുക്സ് ഇതേപോലെ ഉണ്ട്. അപ്പോൾ സാറിൻ്റെ പാട്ട്, അതിൻ്റെ ടെൻഷൻ വേറെ, എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ട്. അപ്പോൾ വോയിസ് ടെസ്റ്റിന് വേണ്ടി ആദ്യം ചെന്നൈയിൽ അതിന് 1 മാസം മുമ്പ് പോയിരുന്നു. അപ്പോൾ സാറിൻ്റെ ഒരു പാട്ട് പാടി കേൾപ്പിച്ചു. അങ്ങനെ ഇന്ന ദിവസം വരണമെന്ന് പറഞ്ഞു. പിന്നെ റെക്കോർഡിങ് പിന്നെ അറിയിച്ചു, പാട്ട് അയച്ചു തന്നു. അപ്പോൾ അതൊക്കെ പഠിച്ചിട്ടൊക്കെയാണ് പോയത്. പക്ഷെ എന്നാലും നമുക്ക് അങ്ങനൊരു സിനിമയിൽ പാടുക എന്നൊക്കെ ഉള്ളത് ശരിക്കും ഭയങ്കര നമ്മൾ വിചാരിക്കാതെ വന്നൊരു വലിയ സ്വപ്നം പോലെ തന്നെയാണ്. അപ്പോൾ സാർ പക്ഷെ ഭയങ്കര എൻകറേജിങ് ആയിരുന്നു. നമ്മളെ ഒട്ടും ടെൻഷനാക്കാതെ പറഞ്ഞു തന്ന്, അങ്ങനെ വളരെ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു അത്. മുത്തശ്ശൻ്റെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? മുത്തശ്ശൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ്റെ വരികൾ ഒക്കെ ഞാൻ ഉച്ചരിക്കുന്നതൊക്കെ നേരെയാണോ അതൊക്കെയാണ് മുത്തശ്ശൻ. അതായത് മുത്തശ്ശൻ അതിൽ വളരെ പെർട്ടിക്കുലർ ആണ്. അതെ,
അപ്പം അല്ലാതെ വേറെ എന്തെങ്കിലും സംഗീതത്തിലൊന്നും പറയില്ല, ഒന്നും ഇടപെടില്ല. അതല്ലാതെ ഈ പാടി കഴിഞ്ഞിട്ട് എന്തെങ്കിലും പാടിക്കഴിഞ്ഞിട്ട് അല്ല, പാടിക്കഴിഞ്ഞിട്ട് മുത്തശ്ശൻ ഒരുപാട് അങ്ങനെ മുത്തശ്ശൻ്റെ ഒരു സ്വഭാവം, ഒരു നേച്ചർ അനുസരിച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് ഭയങ്കര നന്നായി അങ്ങനെ പറയുന്ന ഒരു രീതിയല്ല. പക്ഷെ അത് ഇഷ്ടമായ നന്നായി എന്ന് പറയും. പിന്നെ ഒന്നും കൂടി നമുക്ക് ഇപ്പം സിനിമ എന്ന് മാത്രമല്ല, അതിന് മുമ്പ് ഞാനിപ്പോൾ റെക്കോർഡിങ് ആൽബംസ് ഒക്കെ പോകുമല്ലോ. അപ്പോൾ അതിലൊക്കെ നമ്മൾ എന്ത് ചെറിയൊരു വർക്കാണെങ്കിലും മുത്തശ്ശനത് ഞാൻ തിരിച്ചു വരുമ്പോൾ അത് ചോദിക്കും, ആ പാട്ടിന് 4 വരി പാടാനോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഉണ്ടോ കേൾക്കാൻ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും അത് മുത്തശ്ശനുള്ളപ്പോൾ ഒരു റഫായിട്ട് എന്തെങ്കിലും പാടിക്കഴിഞ്ഞതിൻ്റെ ഒരു ചെറിയൊരു വേർഷൻ സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തിട്ടാണ് കൊണ്ടുവരിക. അപ്പോൾ അത് കേൾപ്പിക്കും. അപ്പോൾ അത് ഇഷ്ടമായ ഒന്നും കൂടി വെക്കാൻ പറയും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇഷ്ടമായി എന്നാണ്. വളരെ ഇഷ്ടമായ പിന്നെയും വെക്കാൻ പറയും. അപ്പം പിന്നെ എന്തെങ്കിലും അതെ അതെ അപ്പം എന്തെങ്കിലും ഇതേപോലെ ഉച്ചരിക്കേണ്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും കൂടി പോയിട്ട് എടുക്കും. അപ്പോൾ അതും കൂടെയൊക്കെ അറിയാൻ വേണ്ടിയായിരിക്കും ഈ കേൾക്കണം എന്ന് പറയണത്. ഇപ്പോൾ ചെറിയ കുട്ടിയാകുമ്പോൾ തൊട്ടേ ഇങ്ങനെ പാടുക അങ്ങനെയൊക്കെ ഉണ്ടോ? പാട്ടിലേക്കുള്ളൊരു ഇഷ്ടം ഉണ്ട്. ഞാൻ ഇപ്പോൾ അമ്മയും വീട്ടിലെല്ലാവരും പറഞ്ഞു കേട്ടത് ഇപ്പോൾ 3 വയസ്സൊക്കെ ആ സമയത്ത് പാട്ടിനോടൊരു ഭയങ്കര താല്പര്യം. അതായത് പാട്ട് കേട്ടിട്ട് ഉറങ്ങുക. അപ്പോൾ പാട്ട് എപ്പോഴും വീട്ടിലിങ്ങനെ വെക്കുമായിരുന്നു. അപ്പോൾ ആ ചില പാട്ടിലൊക്കെ ഞാൻ കേട്ടിട്ട് വേർഡ്സൊക്കെ അങ്ങനെ പഠിച്ചിട്ട്, ആ സമയത്തൊന്നും എഴുത്തൊന്നും ആയിട്ടില്ലല്ലോ, അപ്പോൾ അങ്ങനെ എൻ്റേതായിട്ടുള്ള രീതിയിൽ വാക്കുകളൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ പാടുമായിരുന്നു. ചില പാട്ടിലുണ്ട് അതൊക്കെ. പക്ഷെ ഇപ്പോഴും ആ പാട്ടുകളൊക്കെ നല്ല ഓർമ്മയാണ്. കുന്നുമണി ചെപ്പ് തുറന്ന്, അപ്പം വേണം വട വേണം, ഓമന തിങ്കൾ പക്ഷി, അപ്പൊ അങ്ങനെ പാട്ടിൽ അതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ട്. അങ്ങനെ ഞാൻ 4 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ എൻ്റെതായിട്ടുള്ള വാക്കുകൾ വെച്ചിട്ട് ഇങ്ങനെ പാടുക. അപ്പോൾ പാട്ടിനോട് താല്പര്യം ഉണ്ടെന്നുള്ളത് മനസ്സിലായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു 7 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് പിന്നെ പാട്ട് പഠിപ്പിക്കാനായിട്ട് ടീച്ചറുടെ അടുത്ത് ആക്കിയത്. അങ്ങനെ അത് പിന്നെ ഇത് കണ്ടിട്ട് അപ്പോൾ ഒരു വാസന തോന്നി. അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിൽ കാർമൽ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് 10th വരെ. അവിടെ വളരെ നമ്മളെ കലയൊക്കെ വളരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ 1ാം ക്ലാസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് സ്കൂളിലെ സ്റ്റേജിൽ, അവിടെ എല്ലാ അസംബ്ലിയിലും എല്ലാ ആഴ്ചയും ഒരു ദിവസം, ഇപ്പോൾ UP ആണെങ്കിലും LP അങ്ങനെ ഒരു സെഗ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു കുട്ടി വന്ന് എന്തെങ്കിലും അവതരിപ്പിക്കണം എന്നുള്ള ഒരു പാട്ടോ എന്തെങ്കിലും. അപ്പോൾ 1ാം ക്ലാസ്സിൽ വെച്ചിട്ട് എനിക്ക് ഒരു ദിവസം എൻ്റെ ഡിവിഷനിൽ തന്നെയാണ് എടുത്തത്. അപ്പോൾ ഞാനന്ന് കവിത, മുത്തശ്ശൻ്റെ കുഞ്ഞെടുത്തി കവിതയാണ് ചൊല്ലിയത്. അപ്പോൾ അത് കേട്ടിട്ടപ്പോൾ ശരിക്കും യൂത്ത് ഫെസ്റ്റിവൽസിന് 1ാം ക്ലാസ്സിൽ കുട്ടികളെ അയക്കാറില്ല. ശരിക്കും 3ാം ക്ലാസ്സോ ഒക്കെ തൊട്ടാണ് അവർ സ്കൂളിൽ റെപ്രസെൻ്റ് ചെയ്ത് അയക്കുക. അപ്പോൾ അന്ന് ആ സിസ്റ്റർ പക്ഷെ പറഞ്ഞു, എന്തിനാണ് അങ്ങനെ മാറ്റി നിർത്തേണ്ട, അവരുടെയും കൂടി അതിനകത്ത് വരട്ടെ, റെസിറ്റേഷൻ്റെ ഇതിന് വന്നിട്ട് കിട്ടുകയാണെങ്കിൽ അയക്കാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ റെസിറ്റേഷൻ അങ്ങനെ സ്കൂളിൽ നിന്ന് അങ്ങനെ LP സെക്ഷൻ അന്ന് പോയി. അങ്ങനെ അപ്പോഴാണ് ആദ്യമായിട്ട് അങ്ങനെ യൂത്ത് ഫെസ്റ്റിന് 1ാം ക്ലാസ് തൊട്ട് അങ്ങനെ പോയി തുടങ്ങി. ഓക്കെ. അപ്പം ഇപ്പം ഇതിലേക്ക് വന്നു ഓൾറെഡി. അപ്പം ഇനി അത് ചോദിക്കട്ടെ. പിന്നെ നമുക്കും നമ്മുടെ മുത്തശ്ശനാണ്, നമ്മൾക്ക് എപ്പോഴും അടുത്തുള്ള ഒരാളാണ് അല്ലേ. ബാക്കി പുറം ലോകത്തിനുള്ള ഇതല്ല, അതുണ്ടെങ്കിലും ചെറുപ്പത്തിലും നമുക്ക് അങ്ങനെയല്ല. പക്ഷെ ഇപ്പൊ ഈ മുത്തശ്ശന്റെ കവിത ചൊല്ലി എന്ന് പറഞ്ഞു. മുത്തശ്ശന്റെ കവിതകൾ നമുക്ക് പഠിക്കാനുണ്ടായിട്ടുണ്ടാവും. ആ ഒരു സമയം എങ്ങനെയാണ് അപ്പോൾ ഓർത്തെടുക്കുന്നത്? അത് ഭയങ്കര രസമായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പൊ രണചേച്ചി പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം നമുക്കെപ്പോഴും ആദ്യം നമ്മുടെ മുത്തശ്ശൻ എന്നുള്ളൊരു ഇതല്ലേ വരുള്ളൂ. അപ്പോൾ അത് ബാക്കിയുള്ളവരെ അത്രയും എങ്ങനെയാണ് മുത്തശ്ശനെ കാണുന്നത് എന്നുള്ളത് നമ്മൾ ആ പ്രായത്തിലൊന്നും നമുക്കറിയില്ല. അപ്പം ഞാനൊരു 4ാം ക്ലാസ്സിലോ 3ാം ക്ലാസ് 4ാം ക്ലാസ്സിലൊക്കെ തൊട്ടാണ് മുത്തശ്ശൻ്റെ കവിതയൊക്കെ തുടങ്ങിയത് പഠിക്കാൻ. അപ്പോഴാണ് മലയാളം ടീച്ചേഴ്സിനൊക്കെ നമ്മളെ പണ്ടേ ഭയങ്കര ഒരു ഇഷ്ടമുണ്ട് നമ്മളോടൊരു. അപ്പോൾ മുത്തശ്ശൻ കവിത എഴുതുന്ന അതൊക്കെ അറിയാം, പക്ഷെ എന്താ ആ മഹത്വം അതൊന്നും നമുക്ക് അങ്ങനെ അറിയില്ല ആ പ്രായത്തിലൊന്നും. അപ്പോൾ കവിതകൾ അപ്പോൾ മുത്തശ്ശൻ്റെ കവിത ഇങ്ങനെ പഠിക്കാൻ വന്ന ക്ലാസ്സൊക്കെ ആയപ്പോഴേക്കും തീർച്ചയായിട്ടും ഭയങ്കര അഭിമാനമാണ്. പക്ഷെ ആ ഒരു ചെറിയ കുട്ടിയാകുമ്പോൾ നമുക്ക് അഭിമാനം എന്നുള്ളതിനെക്കാട്ടിലും ഒരു ടെൻഷൻ വരും. എന്ന് വെച്ചാൽ ടീച്ചർ എപ്പോഴും ആദ്യത്തെ ചോദ്യം എൻ്റെ അടുത്താണ് ചോദിക്കുക, അപ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ നാണക്കേടല്ലേ മുത്തശ്ശൻ്റെ. എന്നുവെച്ചാൽ അവരുടെയൊക്കെ ടീച്ചേഴ്സിൻ്റെ വിചാരം, ഇതൊക്കെ എനിക്ക് ആദ്യമേ ഇതൊക്കെ അറിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്ന ക്ലാസ്സിലെന്ന്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഏജിലൊക്കെ ആദ്യമായിട്ടാണ് ആ കവിതയൊക്കെ ഞാനും കേൾക്കുന്നത്. അപ്പം മിസ് ചോദിക്കും, അവിടെ എന്തായിരിക്കും ഉദ്ദേശിച്ചത് എന്നോട് ചോദിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ പിന്നെ നോക്കി വെക്കും. പിന്നെ തൊട്ട് എനിക്ക് മനസ്സിലായി ഇങ്ങനത്തെയൊക്കെ ചോദ്യം വരും. അപ്പോൾ അതുകൊണ്ട് കവിത പഠിപ്പിക്കുന്നതിന് മുമ്പേ ഞാൻ ഈ ക്ലാസ്സിൽ ഈ കവിത ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് മുത്തശ്ശനോട് അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ പോയൊക്കെ ഇരിക്കും. പക്ഷെ പിന്നെ ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു എന്തൊരു അഭിമാനമായിട്ടുള്ള കാര്യമാണ്
അങ്ങനെ ഇപ്പോൾ അതൊരു ശരിക്കും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ചോദിക്കണ എനിക്ക് എളുപ്പമാണെങ്കിലും കേൾക്കണം അപ്പൂന് അത്ര എളുപ്പമുള്ള ഒരു കാര്യമില്ല. ഒരുപാട് എന്താ പറയുക, കവിതകളുടെ എണ്ണം പറയാനില്ല അദ്ദേഹത്തിൻ്റെ, നമുക്ക് അത്രയും മനസ്സിൽ തറച്ച. എന്നാൽ പോലും അപ്പൂവിൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഏതാണ്? എനിക്ക് ആദ്യമായിട്ട് ഞാൻ പഠിച്ച കവിത എന്നുള്ളതുകൊണ്ട് കുഞ്ഞെടുത്തിയോട് ഭയങ്കര ഇഷ്ടമുണ്ട്. പിന്നെ കോതമ്പ് മണികളും ഭയങ്കര ഒരു ഇഷ്ടമുള്ള 2 കവിതകളാണ്. പിന്നെ നന്ദി, അങ്ങനെ കുറച്ച് കവിതകളുണ്ട് മുത്തശ്ശൻ്റെ. അതിന് എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ട്? ഇപ്പൊ കുഞ്ഞെടുത്തി ഓക്കെ ഇങ്ങനെ ആദ്യമായിട്ട് ഞാൻ അതെ കോതമ്പ് മണികൾ എനിക്ക് അറിയില്ല, ആ കവിത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എനിക്ക് തോന്നുന്നു പലർക്കും ഇഷ്ടമുള്ള ഒരു കവിത തന്നെ ആയിരിക്കും. അതിന് ആ ഒരു അതിൻ്റെ ആ തീമും അതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കവിത. നമുക്കൊരു വിഷമം വരുന്ന ഒരു ഇതല്ലേ അത്. പിന്നെ നന്ദി എന്നുള്ള കവിത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എന്തോ എനിക്കത് വായിക്കുമ്പോൾ കുറച്ച് ഇമോഷണൽ ആവും. അങ്ങനെയല്ല, അതിങ്ങനെ മുത്തശ്ശൻ്റെ കുഞ്ഞൊരു കവിതയാണ്. എല്ലാത്തിനോടും നന്ദി പറയാനാണ്, ജീവിതത്തിലെ ഓരോരോ കാര്യങ്ങൾക്കായിട്ട് നന്ദി പറയുന്നതും, കിട്ടിയതിനും കിട്ടാത്തതിനും കിട്ടും എന്ന് വിചാരിച്ച് കിട്ടാതെ പോയതിനും, അങ്ങനെ എല്ലാത്തിനും അങ്ങനെ ഭയങ്കര രസമാണ് ആ കവിത. അത് ഓർമ്മയിലുണ്ടോ? കുറച്ച് പേര് ചൊല്ലാം. ഇത് അച്ഛൻ മ്യൂസിക് ഇതൊരു വേർഷനാണ് ഞാൻ ചൊല്ലണത്. നന്ദി. നന്ദി നീ തന്നൊരിളം നീലരാവുകൾക്കെന്നെ, കുളിരണിയിച്ച നിലാവുകൾക്കെന്നെ, ചിരിപ്പിച്ച നക്ഷത്രമുല്ലകൾക്കെൻ്റെ ഏകാന്തതൻ പുഴയോരത്തു കൊച്ചു കാറ്റിൻ്റെ കൊതുമ്പുവള്ളത്തിൽ നീറ്റിയയച്ച വിശിഷ്ടഗന്ധങ്ങൾക്കുമെല്ലാം എനിക്കു കനിഞ്ഞു നീ തന്നതിനെല്ലാം പ്രിയപ്പെട്ട ജീവിതമേ നന്ദി നന്ദി. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി വലുതാകുമ്പോൾ നമുക്ക് മുത്തശ്ശൻ്റെ ഒരു വലിപ്പം കാര്യങ്ങൾ കൂടുതൽ മനസ്സിലായി തുടങ്ങും. അങ്ങനെ മനസ്സിലാക്കിയിട്ട് മുത്തശ്ശനോട് നേരിട്ട് ചോദിച്ചോ അല്ലാതെ മുത്തശ്ശനെ വായിച്ചോ കൂടുതൽ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഇപ്പം മുത്തശ്ശനെ കുറിച്ചുള്ള ഇത് വരുമ്പോഴൊക്കെ വായിക്കും, ലേഖനങ്ങളോ അങ്ങനെയൊക്കെ വരുമ്പോൾ വായിക്കും. പിന്നെ മുത്തശ്ശനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ കൂടുതൽ എന്താ കടന്നു വരിക? ഇപ്പൊ ചെറുതായിരുന്നപ്പോ എന്താ പറയുക, മുത്തശ്ശൻ നമ്മളോട് കളിക്കുന്ന, മുത്തശ്ശന് ഞങ്ങൾ 3 പേരാണ് കൊച്ചുമക്കൾ. അപ്പൊ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ലൂഡോയോ അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു പ്രായത്തിൽ കളിക്കുന്ന കളികളൊക്കെ ഞങ്ങളുടെ മുത്തശ്ശൻ കളിച്ചിട്ടുണ്ട്. പഠിത്തത്തിൻ്റെ കാര്യത്തിലാകുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുമായിരുന്നു. പിന്നെ പാട്ടിനൊക്കെ പോയി തുടങ്ങിയപ്പോൾ പിന്നെ അതിനെക്കുറിച്ചൊക്കെ അന്വേഷണവും, ഇപ്പോൾ എല്ലാ കാര്യത്തിലും മുത്തശ്ശൻ്റെ ഒരു ശ്രദ്ധ ഉണ്ടായിരുന്നു ശരിക്കും. അപ്പം ഞാൻ എൻ്റെ അമ്മയച്ഛനും ഞങ്ങൾ ഒരുമിച്ചാണ്, മുത്തശ്ശനും അച്ഛമ്മ ഞങ്ങൾ ഒരുമിച്ചാണ് നിന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവരെന്താ പറയുക, ഇപ്പോൾ അമ്മയച്ഛനെ കാണുന്ന പോലെ തന്നെ ചെറുതാകുമ്പോൾ തൊട്ടേ ഞാൻ കാണുന്നതാണ്. അപ്പം അതുകൊണ്ടൊരു പ്രത്യേകമായിട്ട് ഇപ്പോൾ മുത്തശ്ശൻ്റെ ആ ഒരു എന്താണെന്ന് അറിഞ്ഞ സമയത്ത് പോയിട്ട് അതിനെക്കുറിച്ചുള്ള അങ്ങനെയൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. പിന്നെ കവിത അങ്ങനെ മലയാളത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ കവിതകളോ അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ലേഖനം അങ്ങനെ പഠിക്കാൻ വരുമ്പോൾ മുത്തശ്ശനോട് ഡൗട്ട് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരാള് നമുക്ക് വീട്ടിൽ ഒരു വ്യക്തി ഉള്ളപ്പോൾ എന്തെങ്കിലും അൾട്ടിമേറ്റ് റെഫറൻസ് ആണ്. അപ്പോൾ അത് പക്ഷെ വലിയൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. മുത്തശ്ശൻ്റെ ക്ലാസ് ഞാൻ അങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. മുത്തശ്ശൻ്റെ ക്ലാസ്സിൽ ഇരിക്കാൻ വേണ്ടി വേറെ ക്ലാസ്സിലുള്ളവർ പോലും, മലയാളം എടുക്കാത്തവർ പോലും ചിലർ വന്ന് ഇരുന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ഞാനങ്ങനെ ഇപ്പം മുത്തശ്ശൻ എന്തെങ്കിലും തിരക്കിലോ എഴുതിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിലും ഞാൻ വന്നിങ്ങനെ പറയും, ഇങ്ങനെ എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയാം ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ അതിരുന്ന് ശരിക്കും നല്ലതായിട്ട് പറഞ്ഞുതരാം. അപ്പം അത് മുത്തശ്ശൻ പറഞ്ഞു കഴിയുമ്പോൾ ശരിക്കും അത് ഭയങ്കര ക്ലിയർ ആണ് കേട്ടോ. അത് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അതല്ലാതെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഡെയിലി നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് അതെല്ലാം ഇപ്പം നമ്മൾ എന്തെങ്കിലും ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും മുത്തശ്ശനോട് അത് പറയാൻ വിട്ടുപോയാലൊക്കെ അതിനോട് ഒരു പരിഭവമൊക്കെ അങ്ങനത്തെ ഒരു നേച്ചറായിരുന്നു മുത്തശ്ശൻ. അങ്ങനെ കുടുംബം ഭയങ്കര ഇമ്പോർട്ടൻ്റ് അതായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കവിത ഉണ്ടാവുന്നത് കാണാൻ പറ്റിയിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ വീട്ടിൽ തന്നെ അല്ലേ വീട്ടിൽ തന്നെ ഇരുന്നാണ് അത്തരം ഓർമ്മകളുണ്ടോ? അല്ല, മുത്തശ്ശൻ വെളുപ്പിന് വെളുപ്പിന് മിക്കവാറും എണീറ്റിട്ട് എഴുതാറുണ്ട്. പിന്നെ അങ്ങനെ ചിലപ്പോൾ പകലിരുന്ന് എഴുതും. അങ്ങനെ ഒരു രാത്രി ഒരുപാട് ലേറ്റായിട്ട് അങ്ങനെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ അച്ഛമ്മയാണ് ശരിക്കും മുത്തശ്ശൻ കവിത എഴുതിയിട്ട് വായിച്ച് കേൾപ്പിക്കുന്നത് അച്ഛമ്മയാണ്.
അത് കഴിഞ്ഞിട്ടൊക്കെ പിന്നെ നമ്മൾ കാണാറുള്ളൂ അതൊക്കെ. അപ്പം അങ്ങനെ ആ ഒരു മുത്തശ്ശൻ കവിത എഴുതുന്ന റൂമിലേക്ക് നമ്മൾ ആ സമയത്ത് നമ്മൾ അങ്ങനെ ആരും പോകാറില്ല. അത് മുത്തശ്ശൻ അതത്രയും അങ്ങനെ ഒരു ഇഷ്ടമല്ല എന്ന് വെച്ചാൽ അതൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. കാരണം നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ചെന്നിട്ട് അങ്ങനെ ഒരാളിങ്ങനെ ഇരിക്കണതും അതൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ ആ സമയത്ത് ശബ്ദമൊക്കെ നമ്മളിപ്പോൾ TV കാണുക അല്ലെങ്കിൽ പാട്ടൊക്കെ ആണെങ്കിൽ വോളിയം കുറച്ച് വെക്കാനും അതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ വീട്ടിലത്തെ ആ ഒരു അന്തരീക്ഷത്തിൽ ഇരുന്ന് തന്നെയാണ് മുത്തശ്ശൻ പാട്ടുകളും കവിതകളൊക്കെ എഴുതാൻ മുത്തശ്ശൻ ഇഷ്ടം. പിന്നെ ചിലപ്പോൾ സിനിമയുടെ കാര്യത്തിന് ചിലപ്പോൾ ചെന്നൈയിലേക്ക് ചിലപ്പോൾ പോണ്ടി വന്നിട്ടുണ്ട്, എറണാകുളത്തോ അങ്ങനെയൊക്കെ. പക്ഷെ അല്ലാതെ മിക്കതും അങ്ങനെ തന്നെ. അതെ അതെ. ഇപ്പം 6th പഠിക്കുമ്പോഴാണ് ആദ്യത്തെ സ്റ്റേജ് പ്രോഗ്രാം എന്ന് പറഞ്ഞല്ലോ. അത് ഏത് പ്രോഗ്രാം ആയിരുന്നു? അതിങ്ങനെ ആക്സിഡന്റലി അതിലേക്ക് വന്നതാണോ? മുത്തശ്ശന് വിമൻസ് കോളേജിൽ നിന്ന് മുത്തശ്ശൻ റിട്ടയർ ചെയ്യണ ഫംഗ്ഷന്റെ പ്രോഗ്രാം ആയിരുന്നു. അവരുടെ ആ ചടങ്ങായിരുന്നു. എന്നുവെച്ചാൽ അവര് യാത്ര അയക്കുന്ന ആ ഒരു ചടങ്ങായിരുന്നു. അപ്പോൾ അതിലാണ് ഞാൻ ആദ്യമായിട്ട് മുത്തശ്ശന്റെ പാട്ടാണോ പാടിയിട്ടുള്ളത്? മുത്തശ്ശന്റെ പാട്ടാണ്. വിമൻസ് കോളേജ് ആ ഗ്രൗണ്ടിലായിരുന്നു, അവരുടെ സ്റ്റേജിലായിരുന്നു. മഴവിൽ കൊടി കാവടിയില്ലേ പാട്ട്, അതാണ് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ പാടുന്നത്. എന്നുവെച്ചാൽ ഗാനം ഓർക്കസ്ട്രയുടെ കൂടെ ഒരു ഗാനമേള എന്നുള്ള രീതിയിൽ പാടുന്ന ആ പാട്ടാണ്. അപ്പം എങ്ങനെയാണ് നമ്മളിലേക്ക് വന്നതാണോ അവരത്? അതങ്ങനെ അവര് ചോദിച്ചു. എന്ന് വെച്ചാൽ ഞാനിപ്പോ യൂത്ത് ഫെസ്റ്റിവൽസിന് പോവും, അങ്ങനെയൊക്കെ പാട്ടുണ്ട് എന്നുള്ളത് കുറച്ചുപേർക്കൊക്കെ അറിയായിരുന്നു. അപ്പൊ അങ്ങനെ ചോദിച്ചു, ഇങ്ങനെ പാടാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ അങ്ങനെ അപർണയോടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അതിനൊരു അങ്ങനെ ഒരു രസം ഉണ്ടാവും എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ അതൊരു എനിക്ക് വലിയൊരു സന്തോഷമായിരുന്നു, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം സ്റ്റേജിൽ ഒരു ഓർക്കസ്ട്ര എല്ലാം കൂടി വെച്ചിട്ട് പാടുക എന്നുള്ള ആ ഒരു സമയത്ത് ഭയങ്കര രസമായിരുന്നു. തീർച്ചയായിട്ടും. ഇപ്പോൾ മുത്തശ്ശന്റെ പാട്ടുകളിലേക്ക് വരികയാണെങ്കിൽ അത് ഈ പറഞ്ഞ പോലെയാണ്, പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും അപ്പൂന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അങ്ങനത്തെ പാട്ടുകൾ ഉണ്ടാവുമല്ലോ, അത് ഏതാണ്? ശരിയാണ്, മുത്തശ്ശന്റെ മിക്ക പാട്ടിലും എല്ലാ പാട്ടിലും ഇഷ്ടം തന്നെയാണ് എനിക്ക് ശരിക്കും. അത് ചെറിയൊരു അങ്ങനെ ഇഷ്ടമില്ലാത്തിട്ട് ഒരു പാട്ടുമില്ല, മുത്തശ്ശന് എല്ലാം ഇഷ്ടമാണ്. പിന്നെ ചില പാട്ടുകൾ നമുക്കൊരു കൂടുതൽ ഒരു അടുപ്പം തോന്നുന്നത്, അങ്ങനെ കുറച്ച് പാട്ടുകൾ അതുണ്ട്. ഒരു ലിസ്റ്റ് ഉണ്ട്. ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ പറഞ്ഞത് ശരദിന്ദു മലർദീപ്, അത് കാതിൽ തേന്മഴയായി, ഒരു വട്ടം കൂടി, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെയുള്ള കുറച്ച് പാട്ടിലോടൊരു ഇതില് ത്രോട്ടിന് ഒരുപാട് സ്ട്രെയിൻ വരാതെ നമുക്ക് പാടാൻ പറ്റിയതാ. ഇപ്പൊ വയ്യാന്നറിയാം കുറച്ച്. അതാണ് ത്രോട്ട് ഇങ്ങനെ ഒരു പരിപാടി കഴിഞ്ഞ ഇതില് കുറച്ച് സ്ട്രെയിൻ ഉണ്ട്. ഞാൻ ഏതാ പാടേണ്ടത് ഇതില്? ഏതാണോ? ഏതും ശരദിന്ദു പാടാല്ലേ? ശരദിന്ദു മലർദീപനാളം നീട്ടി സൂരഭിലയാമങ്ങൾ ശ്രുതി മീട്ടി, ഇതുവരെ കാണാത്ത കരയിലേക്കോ ഇനി ഒരു ജന്മത്തിൻ കടവിലേക്കോ മധുരമായി പാടി വിളിക്കുന്നു ആരോ, മധുരമായി പാടി വിളിക്കുന്നു. ശരദിന്ദു മലർദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതി മീട്ടി. ഇനി അതുപോലെ അച്ഛനും മോളുമായിട്ടുള്ള മ്യൂസിക് പ്രൊഡക്ഷൻസ് കുറച്ച് കാര്യമായിട്ട് കാണാറുണ്ട്. അത് അച്ഛൻ മ്യൂസിക് ഇതൊരു പടത്തിലും പാടിയിട്ടുണ്ട് അല്ലേ? 2 സിനിമ പാടിയിട്ടുണ്ട്. അത് 3 സിനിമയിൽ പാടി. അത് ചിലപ്പോൾ സംഭവിക്കാവുന്ന കാര്യം. അതല്ലാതെ നിങ്ങൾ തന്നെ ആയിട്ടും ഒരു ഹിന്ദി ആൽബം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അച്ഛൻ ശരിക്കും അച്ഛനെ ഈ മ്യൂസിക് ഡയറക്ഷനിലേക്ക് വിട്ടതും ശരിക്കും പറഞ്ഞാൽ മുത്തശ്ശന്റെ ഒരു ഇതാണ്. അച്ഛൻ അങ്ങനെ അച്ഛൻ റെയിൽവേസിലായിരുന്നു 2 വർഷം മുമ്പ് റിട്ടയർ ചെയ്തത്. പാട്ട് പക്ഷെ അച്ഛന് പണ്ടേ ഭയങ്കര ഒരു പാഷനാണ്. അപ്പൊ പണ്ടോട്ടേ പാട്ട് പഠിക്കും. ഇതേപോലെ ആലപ്പുഴ ശ്രീകുമാർ സാറിന്റെ അടുത്താണ് അച്ഛനും പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അച്ഛനും ജയറാം സാറിൻ്റെ അടുത്ത് അച്ഛനും പഠിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എപ്പോഴും പാട്ട് അച്ഛൻ്റെ കൂടെ ഉണ്ട്. പക്ഷെ മ്യൂസിക് ചെയ്യാനെ കുറിച്ചൊന്നും അച്ഛൻ അങ്ങനെ ചെയ്യാൻ പറ്റുന്നോ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. അപ്പം ഞാൻ ഈ കവിതകളും സ്കൂളിലും അല്ലാതെയുള്ള ചില ഫംഗ്ഷനൊക്കെ കവിതകൾ ചൊല്ലാനും അങ്ങനെയൊക്കെ ആൾക്കാർ ആ സമയത്ത് വിളിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പം മുത്തശ്ശൻ്റെ ഒരു സമയത്ത് ഒരു കവിത എടുത്തിട്ട് ഇത് അച്ഛൻ പറയാം, മുത്തശ്ശൻ അങ്ങോട്ട് ഏൽപ്പിച്ചു. എന്ന് വെച്ചാൽ അച്ഛനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം പോലെ മുത്തശ്ശൻ പറഞ്ഞു, ഇത് അവൾക്ക് കവിത ഒന്ന്
അച്ഛൻ മ്യൂസിക് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഏൽപ്പിച്ചു. ഓ, അപ്പൊ അച്ഛൻ അത് മുത്തശ്ശൻ കൊടുത്തിട്ട് ഇങ്ങനെ അത് പറ്റില്ല എന്ന് പറയാൻ, അപ്പൊ അച്ഛൻ അങ്ങനെ ഒരു ചെയ്യാൻ ഓക്കെ എന്ന് നോക്കാന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്തു. അപ്പൊ അങ്ങനെ എനിക്ക് കവിത ചൊല്ലാനാണ് അച്ഛൻ ആദ്യമായിട്ട് മ്യൂസിക് ചെയ്യാൻ നോക്കിയത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ കുറച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചെറിയൊരു തോന്നി തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ മുത്തശ്ശന്റെ കുറച്ച് പാട്ടുകൾ മനോരമ മ്യൂസിക് ഒരു ആൽബം ഇറക്കിയിരുന്നു, അപ്പൊ അതിൽ ചെയ്തു. പിന്നെ കവിതകളായിട്ട് തന്നെ മുത്തശ്ശന്റെ കുറച്ച് അവരെ CD അങ്ങനെ ചെയ്തു. പിന്നെ സിനിമ മുത്തശ്ശൻ അച്ഛൻ ഞാൻ ആ ഒരു കോമ്പിനേഷൻ ചെയ്യുന്നത് മൺസൂൺ എന്നുള്ള സിനിമയാണ്. AKG സാറിനെ കുറിച്ചുള്ള ഒരു സിനിമയാണ് അച്ഛൻ ആദ്യമായിട്ട് മ്യൂസിക് ചെയ്യണത്. പിന്നെ അതിനുശേഷം ഞാൻ പാടിയിട്ടില്ല, അല്ല കുറച്ച് പേര് പാടിയിട്ടുണ്ട്. ഒരു പാട്ടായിട്ട് ശരിക്കും പാടുന്നത് മൺസൂൺ എന്നുള്ള സിനിമയിൽ, മൺസൂൺ അല്ല കളഭമഴ എന്നുള്ള സിനിമയിലാണ്. സുകുമേനും ചേട്ടൻ്റെ മൂവിയായിരുന്നു. അപ്പോൾ അതിലാണ് ഇതേപോലെ മുത്തശ്ശൻ എഴുതിയിട്ട് അച്ഛൻ സംഗീതം നൽകി അങ്ങനെ ഒരു പാട്ട് 2 പാട്ടിൽ പാടിയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മൺസൂൺ എന്നുള്ളൊരു സിനിമ വന്നു, അതിൽ ഇതേപോലെ ആ ഒരു മുത്തശ്ശൻ എഴുതിയിട്ട് അങ്ങനെ. പിന്നെ ചെയ്തതാണ് തുരുത്ത് എന്നുള്ള സിനിമ. പക്ഷെ മുത്തശ്ശന് അപ്പം ഇല്ല, ബിജു മുരളി എന്നുള്ള ചേട്ടൻ്റെ വരികളായിരുന്നു. അത് അച്ഛൻ ചെയ്തിട്ട് അതിനാണ് എനിക്ക് പിന്നെ 2ാമത് ക്രിട്ടിക്സ് അവാർഡും JC ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡും കിട്ടുന്നത് അച്ഛൻ്റെ ഈ പാട്ടിനാണ്. നല്ല പാട്ടായിരുന്നു. താങ്ക് യു. പാടും ചോദിക്കണം തൊണ്ട വയ്യാന്ന് പറഞ്ഞോണ്ടൊരു കുഴപ്പമില്ല. തിരതൊടും തീരം മേലെ അലതല്ലും നോവും പേരെ അണയുന്നു തോണി കനിവിനായി, അണയുന്നു തോണി കനിവിനായി, മനമുരുകും കഥനക്കാറ്റിൽ തുഴയിടറിയ കൈകളുമായി ഒരു സാന്ത്വനത്തിൻ കുളിരിനായി, ഒരു സാന്ത്വനത്തിൻ കുളിരിനായി. അങ്ങനെയാണ് ആ പാട്ട് പോണേ. സുരേഷ് ഗോപാൽ, സുരേഷ് ചേട്ടൻ്റെ മൂവിയായിരുന്നു. സുധീഷ് ചേട്ടനും ഒക്കെ ആയിരുന്നു അതിനകത്ത് ലീഡ്. ഇപ്പോൾ നിങ്ങൾ അച്ഛനും അപ്പും കൂടി ഉണ്ടാക്കുന്ന പാട്ടുകൾക്ക് എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട്? എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ചേച്ചി, ഞാൻ അയക്കാറുണ്ടല്ലോ പാട്ടിലൊക്കെ. അപ്പോൾ അത് ഒരു 2 വർഷമായിട്ടാണ് ഞാനത് തുടങ്ങിയത്, അങ്ങനെ ഒരു ചാനൽ. അതിന് മുമ്പേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ എന്നോട്, ഈ ചാനൽ തുടങ്ങിക്കൂടെ എന്ന് വെച്ചാൽ മിക്കവർക്കും ഉണ്ട് യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ സിംഗേഴ്സിനൊക്കെ. അപ്പോൾ അപ്പോഴൊന്നും ഞാനങ്ങനെ തുടങ്ങാം ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ അങ്ങനെ സീരിയസ്ലി അതിന് വേണ്ടി തുടങ്ങണം എന്ന് വിചാരിച്ചാലേ നമുക്ക് തുടങ്ങാൻ പറ്റില്ല, അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ആ സമയത്താണ് ഈ കോവിഡിൻ്റെ ഒക്കെ വന്നപ്പോൾ ശരിക്കും നമുക്ക് പാട്ട് പ്രോഗ്രാംസ് ഒന്നും ഇല്ലാതായല്ലോ. ആ സമയത്താണ് എന്തോ എനിക്ക് തോന്നി ഇതാണ് കറക്റ്റ് സമയം എന്ന്. കാരണം നമ്മുടെ പാട്ട് പരിപാടികളില്ല, അപ്പോൾ പാട്ടിൽ തന്നെ നമ്മളെപ്പോഴും ഇരിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ആൾക്കാരിലേക്ക് നമ്മുടെ പാട്ട് എത്തണം, പിന്നെ നമ്മുടെ പാട്ട് ആൾക്കാർ മറന്നു പോകരുത് എന്നുള്ള രീതിയിലാണ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ കവർ സോങ്സ് ആണ് ആദ്യം ചെയ്തു തുടങ്ങിയത്. പിന്നെയാണ് അപ്പോൾ ആദ്യമായിട്ട് ചെയ്തത് സലിതയുടെ ഡെത്ത് ആനിവേഴ്സറിയുടെ സമയത്താണ് ആ ചാനൽ തുടങ്ങി അങ്ങനെ പാട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ റെസ്പോൺസ് അതിന് വന്നു. അപ്പോഴാണ് നമുക്ക് പിന്നെ ചെയ്യാനൊരു സന്തോഷം വരുമല്ലോ, അങ്ങനെ ചെയ്തു തുടങ്ങി. അപ്പോഴാണ് പിന്നെ ഇങ്ങനെ ഒറിജിനൽ സോങ് ആയിട്ട് അച്ഛൻ്റെ മ്യൂസിക്കിലും പ്രഭാവർ മംഗളുടെ വരികളും അങ്ങനെ ചെയ്തിട്ടുണ്ട്, ജയകുമാർ സാറിൻ്റെ വരികൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മുത്തശ്ശൻ്റെ തന്നെ എഴുതി വെച്ച മുത്തശ്ശൻ്റെ ചില വരികളുണ്ട്, അതിങ്ങനെ ചിലപ്പോൾ ഒന്നും എടുക്കാതെയും അങ്ങനെയൊക്കെ ഒരുപാട് അങ്ങനെ ചിലതുണ്ട്. അപ്പോൾ അത് നമുക്ക് അവിടെ വീട്ടിലുണ്ടല്ലോ, അങ്ങനെ എഴുതി വെച്ചതൊക്കെ ആയിട്ട് അച്ഛമ്മയുടെ അടുത്തുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ചിലത് അങ്ങനെ 1-2 എടുത്തു. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു ആസ് എ സിംഗർ ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യമാണ്. കാരണം നമ്മുടെ ഒരു ഒറിജിനൽ സോങ് അച്ഛൻ്റെ കോമ്പസിഷൻ നമ്മൾ ആൾക്കാരുടെ മുമ്പിൽ അത് അവതരിപ്പിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് അത്. ഇപ്പോൾ നോർമലി പാട്ട് കേൾക്കാൻ എന്തൊക്കെ തരം പാട്ടുകളാണ് കേൾക്കാറ്? അല്ല, ഞാൻ പുതിയതായിട്ട് സിനിമയിൽ ഇറങ്ങുന്ന പാട്ടിലൊക്കെ കേൾക്കും, മിക്കതും കേൾക്കാറുണ്ട്. ഇപ്പോൾ ഭയങ്കര ഹിറ്റ് ആകുമ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു സെലക്റ്റീവായിട്ട് ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല, പിന്നെ കേൾക്കും. പിന്നെ കുറച്ചും കൂടി പേഴ്സണലി ചോദിച്ചാൽ മെലഡീസാണ് കൂടുതൽ ഇഷ്ടം കേൾക്കാൻ. ഏത് സമയത്തും നമുക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളൊരിത് മെലഡീസാണ്. പിന്നെ നമ്മൾ പ്രോഗ്രാംസും അങ്ങനെയൊക്കെ നമ്മൾ സ്റ്റേജ് പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അങ്ങനെ മെലഡീസ് മാത്രം പറ്റില്ലല്ലോ. അപ്പം നമ്മളെല്ലാം മിക്സ് ചെയ്ത് ഇപ്പോൾ എല്ലാം എടുക്കും, അറബിക്കുത്തും ഒക്കെ പാടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെയും കേൾക്കണമല്ലോ, നമ്മൾ പഠിക്കണം. അപ്പം അങ്ങനെ അതുകൊണ്ട് പാട്ടുകളെല്ലാം കേൾക്കണം. ഇപ്പം സത്യം പറഞ്ഞാൽ നേരത്തെ അപ്പുനേക്കാൾ ആള് സീരിയസ് ആയത്, പാട്ടിനെ വെച്ച് സീരിയസ് ആയതുകൊണ്ട് അതുകൊണ്ട് സിംഗിങ്ങിലും അതെ
ഭയങ്കര ഒരു കുറച്ച് ഫൈൻനെസ് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് എന്തെങ്കിലും എഫേർട്ട് എടുക്കുന്നുണ്ടോ? അല്ല, അതെനിക്ക് തന്നെ ശരിയാണ്. ഞാൻ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം എന്നെ പണ്ട് തൊട്ടേ എൻ്റെ പാട്ട് കേൾക്കുന്നവർക്ക് അറിയുന്നുണ്ടാവും ആ വ്യത്യാസം, മനസ്സിലാവും. അതെനിക്ക് തന്നെ തോന്നാറുണ്ട്, വ്യത്യാസം ഉണ്ടെന്ന് എനിക്കും അറിയാം. ഞാൻ പാട്ട് പഠിക്കാറുണ്ടെങ്കിലും, പാട്ട് പണ്ട് തൊട്ടേ പഠിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഒറ്റയ്ക്കുള്ളൊരു ക്ലാസ് അങ്ങനെ കിട്ടിയിട്ടില്ല. എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു ക്ലാസ് ആയിരുന്നു. ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പോൾ ടീച്ചറുടെ അടുത്താണെങ്കിലും ഒരുപാട് പേരുണ്ടല്ലോ, ഒരുപാട് ശിഷ്യരുണ്ടല്ലോ ടീച്ചറിന്. അപ്പോൾ ശ്രീകുമാർ സാറിൻ്റെ അടുത്താണെങ്കിലും ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ സാറിന് അങ്ങനെ ഇപ്പോൾ ഒരാൾക്ക് മാത്രമായിട്ട് എടുക്കാൻ അത് ബുദ്ധിമുട്ടായിരുന്നു സാറിന്. അപ്പോൾ അങ്ങനെ ബാച്ചായിട്ടായിരുന്നു ക്ലാസ്സൊക്കെ. നല്ല ക്ലാസ്സാണ് സാറിൻ്റെ, നല്ല ക്ലാസ്സായിരുന്നു. പക്ഷെ ഇതേപോലെ എനിക്ക് തോന്നുന്നു എനിക്ക് കൂടുതൽ വർക്ക് ചെയ്തത് ഒറ്റയ്ക്കുള്ള ക്ലാസ്സാണ് എനിക്ക് കൂടുതൽ ഫലപ്രദമായത്. അപ്പോൾ അങ്ങനെ തുടങ്ങിയത് ഞാൻ ഈ പാട്ട് എപ്പോൾ തൊട്ട് സീരിയസ്നെസ് വന്നു അപ്പോഴാണ് ഞാൻ ജയറാം സാറിൻ്റെ അടുത്തും ബിനി ചെന്നൈയിൽ പോയിട്ട് ബിനി ചേച്ചിയുടെ അടുത്താണ് ആദ്യം പോയി തുടങ്ങിയത്. അപ്പോൾ ബിനി ചേച്ചിയാണ് പറഞ്ഞത്, എപ്പോഴും ചെന്നൈയിലേക്ക് ഇതിന് വേണ്ടി വരാൻ എനിക്കും ബുദ്ധിമുട്ടായിരിക്കില്ലേ, അപ്പോൾ ട്രിവാൻഡ്രത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇതേപോലെ ക്ലാസ് എടുക്കണേ, ഒറ്റയ്ക്ക് തന്നെ വേണമെന്ന് ബിനി ചേച്ചിയും പറഞ്ഞിരുന്നു, ഒറ്റയ്ക്ക് എടുക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ വർക്കല ജയറാം സാറിൻ്റെ അടുത്ത് അങ്ങനെ പോയി തുടങ്ങി. അപ്പോൾ ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 വർഷം നല്ലോണം ഞാൻ പാട്ട് ക്ലാസ്സിന് അതിനുവേണ്ടി ഞാൻ സമയം വെച്ചിട്ടുണ്ട്. കാരണം ചെന്നൈയിൽ എല്ലാ മാസവും പോവായിരുന്നു. സാറിൻ്റെ അടുത്ത് മിക്ക ദിവസവും സാറിന് സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ പോവും, അങ്ങനെയായിരുന്നു. അപ്പോൾ അതിൻ്റെ എനിക്ക് തോന്നുന്നു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ശബ്ദം കൂടുതൽ തുറക്കുകയും ഒക്കെ അങ്ങനെ ആ പാട്ട് നമ്മൾ അങ്ങനെ കൂടുതൽ സീരിയസ് ആയിട്ട് പഠിച്ചുകൊണ്ടായിരിക്കും അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ട്. ഇങ്ങനെ അപർണ എന്ന അമ്മയെ പാട്ടുകാരിയെ കാണുമ്പോൾ വീട്ടിൽ അതെങ്ങനെയാ? എനിക്ക് 2 പേരാണ് കുട്ടികള്. മോൻ അവൻ ഈ ചെറുതാകുമ്പോഴാണല്ലോ ഞാൻ പാട്ടിലേക്ക് സീരിയസ് ആയിട്ട് വന്നത്. അപ്പോൾ അവൻ അതുകൊണ്ട് ചെറുതാകുമ്പോൾ തൊട്ടേ അത് ശീലമാണ്. അവൻ വളരെ അഡ്ജസ്റ്റിംഗ് ആയിരുന്നു. മോളാണെങ്കിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. അത് ഒരു ടച്ച് വുഡ് അങ്ങനെ ഒരു ഇപ്പം ഞാനില്ലാന്ന് വെച്ചാൽ ഭയങ്കര വാശി പിടിച്ച് കരയണ ആ ഒരു നേച്ചറല്ല 2 പേർക്കും. അപ്പോൾ എൻ്റെ അമ്മയച്ഛനും ഞങ്ങൾ കുറച്ച് നാൾ കോവിഡ് സമയത്തൊക്കെ ഞങ്ങൾ ഒരുമിച്ച് തന്നെ നിന്നത്. സിദ്ധാർത്ഥ് എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര്. സിദ്ധാർത്ഥ് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു ശരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളിപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഫ്ലാറ്റിലാണ്. പക്ഷെ വീടിൻ്റെ അടുത്ത് നിന്നുള്ള അങ്ങനെ തന്നെ നോക്കി എടുത്തതാണ്, അങ്ങനെ വന്നപ്പോൾ എടുത്താൽ. കാരണം ഞാനിങ്ങനെ എപ്പോഴാണ് എന്താണ് പോവാൻ ഒക്കെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അമ്മയുടെയൊക്കെ സപ്പോർട്ട് എന്തായാലും വേണം ഇങ്ങനത്തെ ഒരു കരിയറിൽ നിൽക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ കുട്ടികളിപ്പോൾ അമ്മയുടെ കൂടെയും അല്ലെങ്കിൽ അച്ഛമ്മ വീട്ടിലുണ്ടല്ലോ, അച്ഛമ്മയുടെ അങ്ങനെയൊക്കെ കുഴപ്പമില്ല. അവരങ്ങനെ അത് സിദ്ധാർത്ഥിൻ്റെ അമ്മയച്ഛനും നാട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രശ്നമില്ല. സിദ്ധാർത്ഥിന് വളരെ തിരക്കുള്ള ജോലിയാണ്. അതുകൊണ്ട് അങ്ങനെ സിദ്ധാർത്ഥിനെ മാത്രമായിട്ട് ഇപ്പം എനിക്ക് ഏൽപ്പിച്ചിട്ട് അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പോൾ കുട്ടികൾ ഹാപ്പിയാണ്, കുഴപ്പമില്ല. പാട്ട് കേൾക്കുമ്പോൾ എന്തെങ്കിലും കേൾക്കുമ്പോൾ എന്നുവെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ പാട്ടിലൊക്കെ വരുമ്പോൾ ഞാൻ കേൾപ്പിച്ചു കൊടുക്കും. അതൊക്കെ ഉണ്ട്, അതൊക്കെ കൗതുകമാണ്. അപ്പം ഇങ്ങനെ ചില പാട്ടിലൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സിമിലാരിറ്റി തോന്നുമ്പോൾ ചിലപ്പോൾ അങ്ങനെ മോനോ അല്ലെങ്കിൽ ചിലപ്പോൾ മോളൊക്കെ ചോദിക്കും, ഇത് അമ്മ പാടിയതാണോ? അപ്പം ഞാൻ പറഞ്ഞു, അല്ല, ഇത് അമ്മ പാടിയതല്ല, ഇത് വേറെ. എന്നിട്ട് തന്നെ അപ്പം അങ്ങനെ പാട്ട് ഞാൻ കേൾപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പം അതൊക്കെ താല്പര്യമുണ്ട്. പിന്നെ നമുക്ക് അങ്ങനെ ഇപ്പൊ പറയാറായിട്ടില്ലല്ലോ. മോൻ പാടും, സ്കൂളിലെ പ്രോഗ്രാംസിനൊക്കെ അവൻ പാടും. പാട്ടുണ്ട്. ഒരു സിംഗർ ഇപ്പം ആക്റ്റീവായിട്ട് സിംഗിങ് ആണ് എനിക്ക് വേണ്ടതെന്നുള്ളൊരു ഡിസിഷനിലായി നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ഒരു സിംഗർ എന്ന രീതിയിൽ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? അത് അല്ല, എന്ന് വെച്ചാൽ ഇതൊരു വളരെ ജനറലൈസ് ചെയ്തിട്ടുള്ള സ്വപ്നം എന്നല്ല രീതിയിൽ അതല്ല. അല്ലാതെ ഇപ്പം നമുക്ക് വളരെ ഒരു ഇതായിട്ട് നമുക്ക് പല സ്വപ്നങ്ങളും ഉണ്ടാവും. അങ്ങനെ ഒരു സിംഗർ, എനിക്ക് തോന്നുന്നു മിക്ക സിംഗേഴ്സിൻ്റെ സ്വപ്നം, അതായത് അവരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എപ്പോഴും പാടാൻ പറ്റണം എന്നുള്ളത് തന്നെയായിരിക്കും. അങ്ങനെ പറയുന്നവരുണ്ട്. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇന്നൊരു ഭാഷയിൽ അറിയപ്പെടുന്ന ചിലർ പറയും എനിക്ക് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന, അങ്ങനെ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾക്ക് നമുക്കൊരു ലിമിറ്റ് ഇല്ലല്ലോ. അതൊക്കെ എനിക്കുണ്ട്. ആഗ്രഹിക്കാൻ നമുക്കൊരു അതിനൊരു ലിമിറ്റേഷൻ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ആസ് എ സിംഗർ അപ്പുവിൻ്റെ ഒരു വലിയ സ്വപ്നം എന്തായിരിക്കും? ആരോടും പറയാതെ വെച്ചതാണ്, കാരണം ഞാനും ആരോടും പറയില്ല. അല്ല, ഇതേപോലെ എത്ര കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മുടെ പാട്ട് എത്താൻ പറ്റുമോ അത്രയും എത്തണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഓക്കെ. ഇപ്പൊ ഈ സിക്കാഡ പാടി പറഞ്ഞ തമിഴ് പറഞ്ഞത് ഫസ്റ്റ് അല്ലേ? തമിഴ് എൻ്റെ ഫസ്റ്റ് സോങ് ആണ്.
നമ്മൾ റാണി ടച്ച് ചെയ്തില്ല അല്ലേ? റാണിയുടെ പാട്ട് നമ്മൾ touch റാണി ചേച്ചി തന്നെ. അതെ, അതുകൊണ്ട് റാണി ചേച്ചികളുണ്ട് ആ പാട്ട് ഒഴിവാക്കാം. നമുക്ക് സിക്കാഡയിലെ പാട്ടൊരു 4 വരി. അതല്ലേ ഇനി വരാനുള്ളത്? എന്നുവെച്ചാൽ അത് തമിഴ് ഇറങ്ങി. അല്ല, അതല്ല, പടം വരാനുള്ളത്. പടം വരാനുള്ളത് സിക്കാഡ മൂവിയാണ്. അതിങ്ങനെ മൾട്ടിലിംഗ്വലാണ്, മലയാളം, തമിഴ്, കന്നഡ, തെലുങ്കാണ്. ഞാൻ അതിൽ പാടിയത് തമിഴിലും മലയാളത്തിലും 2 ഡ്യുവറ്റാണ്. തമിഴിൽ പാടിയത് കപിലൻ. ഫൈൻ സിംഗർ, ഭയങ്കര നല്ല സിംഗറാണ്. മലയാളത്തിൽ അതിന്റെ മ്യൂസിക് ഡയറക്ടറുമാണ് ശ്രീജിത്ത് എടവന. ശ്രീജിത്ത് തന്നെയാണ് അത് ഡ്യുവറ്റ് മെയിൽ പോർഷൻ പാടിയിരിക്കുന്നത്. അതാണ് ഇറങ്ങാനുള്ളത്. റാണി എന്നുള്ള മൂവി ഇറങ്ങി. അതിനകത്തൊരു പ്രോമോ സോങ് ആണ്, കുറച്ച് വരികളുണ്ട്. അങ്ങനെ ഈ സിക്കാഡയിലെ പാട്ടല്ലേ തമിഴ്, അത് തൂങ്ങും പോതും ஞாபகம் தேடி பார்த்தேன் உன்முகம் நேரில் உன்னை பார்த்ததும் കൺകൾ മൂട മറக்கிறேன். ഇങ്ങനെയാണ് തുടങ്ങണേ. തീരാതിരുന്നെങ്കിൽ. ഭയങ്കര രസമായിട്ടാണ് ശ്രീജിത്തിന്റെ മ്യൂസിക്. ഭയങ്കര അതിനകത്ത് പാട്ടിൽ മിക്കതും ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇപ്പൊ ഫസ്റ്റ് റിലീസ് ചെയ്ത പാട്ട്. ഇതാണ്. അപ്പൊ ഇനി മലയാളത്തിലാണ് ഇനി ഞാൻ പാടിയിരിക്കുന്നത്. ഇതിന്റെ മലയാളം ഇതിലും ഇനി വരാനുണ്ട് ഡ്യുവറ്റ്. ഇത് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശ്രീജിത്ത് ഈ 4 ഭാഷകളിലും വേറെ വേറെ ട്യൂൺസാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പൊ ഈ തമിഴിന്റെ ഇതിപ്പോ മലയാളം വേർഷനിൽ വരുമ്പോൾ ഇതേ ട്യൂണല്ല, മലയാളം ലിറിക്സ് ആക്കിയിട്ട് സാധാരണ അങ്ങനെയല്ലേ നമ്മൾ കാണുക. എല്ലാം വേർഡ്സ് മാത്രം മാറ്റിയിട്ട് ട്യൂൺ എല്ലാം സെയിം ആയിട്ടല്ലേ സാധാരണ ഈ മൾട്ടിലിംഗിൽ വരാറുള്ളത്. പക്ഷെ ഇത് അങ്ങനെയല്ല, ഓരോ ഭാഷയ്ക്ക് വേണ്ടി ഓരോ സിറ്റുവേഷനും വേറെ ട്യൂൺസ് ഉണ്ടാക്കിയിരിക്കുക. അപ്പൊ മലയാളത്തിന്റെ തന്നെ ഇതേ സിറ്റുവേഷനിൽ വേറെ പാട്ടാണ്. അങ്ങനെ വേറെ ഏതെങ്കിലും മൂവീസ് ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് വേറെ ഉണ്ടോ? ഇനി തെലുഗുല് പാടി വെച്ചിട്ടുണ്ട്, പക്ഷെ അത് പാടിക്കാൻ പറ്റില്ല. അതെ, അത് ഒന്നും ആയിട്ടില്ല. സന്തോഷം കേട്ടത്. അപ്പൊ എന്തായാലും ഇങ്ങനെ ഇരിക്കണോ കാര്യങ്ങള്. അപ്പൊ ചില പ്രോജക്ട്സ് ഇങ്ങനെ ഡിസ്കഷനും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഒക്കെ അത് പാടിക്കഴിഞ്ഞാലേ നമുക്ക് പാടിയെന്ന് പറയാൻ പറ്റുള്ളൂ. എന്തായാലും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആ എന്താ പറയാ, സിംഗർ എന്ന രീതിയിലുള്ള വലിയ സ്വപ്നം എന്താണെങ്കിലും അതിലേക്ക് തന്നെ എത്താൻ പറ്റട്ടെ. പിന്നെ ഇപ്പൊ ഈ കടന്നുപോയ കുറച്ച് സമയം എനിക്ക് ശരിക്കും പ്രിയപ്പെട്ടതാണ്. അതെന്തുകൊണ്ടാവുന്ന അപ്പൂനും അറിയാം. അല്ല, ചേച്ചിക്ക് അറിയാലോ, നമുക്ക് ഒരുപാട് നാളായിട്ടില്ല നമ്മള് അല്ലേ പരിചയപ്പെട്ടിട്ട്. പക്ഷെ ഭയങ്കര ഒരു അടുപ്പാണ് എനിക്ക് ചേച്ചിയോട് തോന്നുന്നത്. അപ്പൊ എന്താ സംസാരിച്ചപ്പോഴും അത് തന്നെയാണ്, ഞാനിങ്ങനെ വീട്ടിലിരുന്ന് സംസാരിക്കുന്ന പോലെയാണ് സംസാരിച്ചത്. അപ്പോൾ ഭയങ്കര സന്തോഷം. ചേച്ചിയുടെ ഒരു യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ വരുമ്പോൾ എനിക്ക് എൻ്റെ ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് നമ്മളിപ്പോൾ ഒരു ഫാമിലി ഒരാളോട് സംസാരിക്കണ പോലെയുള്ള ഒരു ഫീലായിരുന്നു എനിക്ക്. അപ്പോൾ താങ്ക് യു എന്നും പറഞ്ഞിട്ട് നമ്മുടെ സ്നേഹത്തിനെ അത് ചുരുക്കില്ല. അപ്പോൾ നമ്മൾ പിന്നെയും കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളോടും ഇപ്പം ഇനി ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ബോറാക്കുന്നില്ല. അടുത്ത ആഴ്ച കാണാം കേട്ടോ നമുക്ക്.